സീരിയസ് ആയിട്ടുള്ള കാര്യം 27 കുട്ടികളെ പിരിവിന് പറഞ്ഞിട്ട് രക്ഷിതാക്കൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതിന് തെളിവ് സഹിത വീഡിയോ ഇതൊക്കെ നമ്മൾ തരാം. അല്ലാണ്ട് നമ്മൾ പിച്ചക്കാരെ ഓടിക്കാനോ ഇന്ത്യക്കാരെ ഓടിക്കാനല്ല നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ലൈസൻസ് പോകാനും പറഞ്ഞില്ല. ഇത് ചെറിയ കുട്ടികളെ പിരിവിന് പറഞ്ഞിട്ട് രക്ഷിതാക്കൾ മദ്യപിക്കാണ്. അവർക്കെതിരാണ് നമ്മൾ നടപടി എടുക്കുന്നത്. പോലീസിനോട് 3 സ്റ്റേഷൻ പരാതി പറയുന്നത്, ACP പരാതി പറയുന്നത്. കോഴിക്കോട് ബീച്ചിൽ പോയ ആൾക്കാർക്ക് അറിയാം ഇതിന്റെ ഒരു ശല്യം എത്രത്തോളാണെന്നുള്ളത്. സത്യടാ, ഞാൻ ഇങ്ങനെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കും കൈ നീട്ടിയാണ്ട്. എത്ര ആട്ടി വിട്ടാലും പോവില്ല. ഒരാളാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. എത്ര ആൾക്കാരാണെന്ന് അറിയാവോ? അപ്പൊ ആ കാക്ക പറയുന്നുണ്ട് വീഡിയോയിൽ, തെളിവ് അടക്കമുണ്ട് എന്നാ പറയുന്നത്. 27 കുട്ടികളെ മാത്രം ഇതിനായിട്ട് വിട്ട്. കുട്ടികളെ പുറത്ത് വൃദ്ധമായ ആൾക്കാർ, ഒരു പ്രശ്നമില്ലാത്ത ആരോഗ്യമുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ, നാടോടികളും പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഭയങ്കര ശല്യമാണേ. ശല്യം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാത്തത്? ഗവൺമെൻറ് എന്താ അതിനെതിരെ ഒന്നും പോലീസാണ് ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ. നമ്മളൊരു ചെറിയൊരു റോഡ് സൈഡിൽ ഒരു ചെറിയൊരു എന്താ പറയുക, എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യുന്ന ഒരാൾക്കാരെ കണ്ടാൽ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും വന്നാണ്ട് അവർ പൂട്ടിച്ച് ആട്ടി വിടുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു ഇത് എടുക്കുന്നില്ല? ശരിക്കും കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ സിറ്റി അല്ലേ? ശരിക്കും പറയാം, സത്യം പറയാം, ഭയങ്കര ശല്യമാണേ. ഇങ്ങനത്തെ ന്യൂസ് ആവും എപ്പോഴെന്നറിയോ? എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴോ എന്തെങ്കിലും കൊച്ചുങ്ങളെയൊക്കെ കാണാതെ ആകുമ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താകും, ഇത് ചർച്ച ചെയ്യും. അപ്പോൾ ഇതിനെപ്പറ്റി പറയും. നമ്മുടെ നാട്ടിൽ പൊതുവെ നമ്മളെ സിസ്റ്റം അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുമ്പോൾ ആ സിസ്റ്റത്തിനെതിരെ എന്താ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മനെ പറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് ആണെങ്കിലും ജനങ്ങളാണെങ്കിലും ചിന്തിക്കത്തുള്ളൂ. എന്താ പറയുക, അതിനെതിരെ ആക്ഷൻ എടുക്കത്തുള്ളൂ. കാരണം ടൂറിസ്റ്റ് ഏരിയ അല്ലേ, അത്രയും ആൾക്കാർ വരുന്നൊരു ഏരിയ അല്ലേ, അത് പ്രോപ്പർ ആക്കുന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയല്ലേ.